ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കുണ്ടല്ലോ കുട്ടികളിൽ കാണപ്പെടുന്ന CP അല്ലെങ്കിൽ സെറിബ്രൽ പാൽസി എന്നൊരു കണ്ടീഷനെ പറ്റി നോക്കിയാലോ. CP അഥവാ സെറിബ്രൽ പാൽസി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ്. മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളിലെ മൊമെന്റ്സ്, പോസ്ചർ, ബാലൻസ് എന്നിവയായിരിക്കും. ഒരു വർഷത്തിലെ ബർത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം 1000 കുട്ടികളാണ് CP എന്ന കണ്ടീഷനുമായി ജനിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും CP എന്ന കണ്ടീഷൻ വരുന്നത്? പ്രഗ്നൻസി ടൈമിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് എന്തെങ്കിലും ഇഷ്യൂ സംഭവിക്കുകയാണെങ്കിൽ, ബർത്ത് സമയത്ത് ഓക്സിജൻ കുറവാണെങ്കിൽ, പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന എനി കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻസ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡെലിവറിക്ക് മുൻപോ ഡെലിവറിക്ക് ശേഷമോ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജോ ഇഷ്യൂസോ വന്നു കഴിഞ്ഞാൽ CP വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പേരൻസായി നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏർലി ഫിസിയോതെറാപ്പിയിലൂടെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. ന്യൂറോ റിലേറ്റഡ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിൽ ന്യൂറോ ഡെവലപ്മെന്റൽ തെറാപ്പി, ഗെയിം ട്രെയിനിങ്, ബാലൻസ് ആൻഡ് കോർഡിനേഷൻ, സെൻസറി ഇൻ്റഗ്രേഷൻ എന്നീ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ ഉപയോഗിച്ച് CP കാരണം ഉണ്ടാകുന്ന ലിമിറ്റേഷൻസിനെ നമ്മൾക്ക് ഈസിയായി മാനേജ് ചെയ്യാൻ സാധിക്കുന്നു.